എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളോട് സംസാരിച്ച വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ധൈര്യമായി അദ്ദേഹം സംസാരിച്ചു. നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾ ദൈവഭക്തരായിരിക്കാം, മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ ഈശ്വരഭക്തരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനെ എന്ന് വിളിക്കുന്നവരാണ്. ഏതെങ്കിലും പേരുകളിൽ രൂപങ്ങളിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിവോ ബോധ്യമോ പൂജയോ നേർച്ചയോ കാഴ്ചയോ ഒക്കെ നയിക്കുന്നവരാവാം. എന്നാൽ ഏതാണ് ദൈവത്തെക്കുറിച്ചുള്ള വഴികളിൽ യാഥാർത്ഥ്യം അഥവാ സത്യമെന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം എന്താണ്? ഒരിക്കൽ നാം എല്ലാവരും മരിക്കുന്നു. മരണശേഷമുള്ള അവസ്ഥയിൽ നിന്ന് അറിയുവാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. മരണശേഷം നമ്മുടെ അപ്പന്മാരോ അമ്മമാരോ ആരെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നിട്ട്, മക്കളെ ഞാൻ മരിച്ചിട്ട് എന്നിടത്തോട്ടാ പോയാ കേട്ടോ, മോക്ഷത്തിലോട്ടോ സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ എന്നാരും വന്ന് അവരവരുടെ വീടുകളിൽ മതങ്ങളിൽ പറയുന്നില്ല. ഒരു മതമേലക്ഷ്യന്മാരുടെ അടുക്കലും മരിച്ചവർ വന്നതെന്ന് മതങ്ങളുടെ ആൾക്കാരായി എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന വിശുദ്ധ ബൈബിൾ മരിച്ചു പോയ ഒരുവൻ തിരിച്ചു സംസാരിച്ചത് തെളിവ് പറയുന്നു. അവന്റെ പേരത്തെ കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ തെരുവോരങ്ങളിൽ ജനിച്ചു വളർന്ന് സെബൂലൂന്റെയും നഫ്താലിയുടെയും ഇന്ന് നമ്മൾ ഇസ്രായേൽ യുദ്ധത്തിൽ പറഞ്ഞു കേൾക്കുന്ന പലസ്തീന്റെയും തെരുവോരങ്ങളിൽ കൂടി നടന്ന് നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് 33.5 വർഷം വരെ ജീവിച്ചിരുന്ന കർത്താവായ യേശു എന്ന മറിയയുടെ പുത്രൻ അന്ന് ഇസ്രായേലിൽ പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപദേശം സുവിശേഷം ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വീണ്ടും ഓർപ്പിച്ച് പങ്കുവെക്കുന്നു. യോസഫിന്റെയും മറിയയുടെയും പുത്രനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല പട്ടണത്തിൽ ജനിച്ചു വളർന്ന കർത്താവായ യേശു 30ാമത്തെ വയസ്സിൽ തന്റെ പ്രാർത്ഥനാലയത്തിൽ ചെന്നിട്ട് ദൈവത്തിന്റെ പുസ്തകമായ വിശുദ്ധ ബൈബിൾ തുറന്ന് ഇപ്രകാരം പ്രസ്താവിച്ചു. അന്നത്തെ പ്രവാചകൻ എഴുതിയിരുന്ന പുസ്തകം യെശയ്യാ പ്രവാചകൻ തുറന്നിട്ട് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും കുരുടർക്ക് കാഴ്ച കൊടുപ്പാനും ഭക്തന്മാർക്ക് വിടുതൽ കൊടുപ്പാനും ദുഃഖിതന്മാർക്ക് ക്ഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും സമാധാനവും പ്രസംഗിപ്പാനും പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു, അത് ഇന്നു മുതൽ നിവർത്തിച്ചിരിക്കുന്നു എന്ന കർത്താവായ യേശു അന്നത്തെ പ്രാർത്ഥനാലയത്തിൽ നിന്ന് പ്രസംഗിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവായ യേശു അന്ന് പ്രസംഗിച്ചതുപോലെ കുരുടർ കണ്ടുകൊണ്ടിരിക്കുന്നു, മൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, അനവധി മരിച്ചു പോയവർ പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന അനുഭവം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെവിടെ സഹോദര എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. അതേ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഭൂമിയുടെ ഒരക്ഷത്തിലെ മറ്റൊരിടത്ത് നടക്കുന്നുണ്ട്. നാം ആരും അത് തിരിച്ചറിയുന്നില്ല, നാം ആരും സത്യം അന്വേഷിക്കുന്നില്ല. എന്നാൽ മറ്റൊരു രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ വേണ്ടപ്പെട്ട മുത്തച്ഛനോ വല്യമ്മയോ അപ്പാപ്പനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മരിച്ചപ്പോൾ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മുമ്പിലത്തെ വർഷങ്ങളോ മരിക്കുന്നതിന് നാമൊക്കെ മരണത്തിൻ്റെതായ കർമ്മങ്ങൾ, അടുത്ത വർഷങ്ങൾ അതിന്റെ കർമ്മങ്ങൾ ചെയ്യാറില്ലേ? ഇന്നും എല്ലാ മതങ്ങളും ചെയ്യാറില്ലേ? അതെ, കാരണം എന്താണ്? മരിച്ച ശേഷവും അവരുണ്ട്, അവരോട് ബന്ധപ്പെട്ട ആത്മാവുണ്ട്, എന്തോ ഉണ്ട്. അവർക്ക് സായുജ്യം ലഭിക്കണം, അവർക്ക് മോക്ഷം ലഭിക്കണം, അവരുടെ ആത്മാക്കൾ സ്വസ്ഥത പ്രാപിക്കണം എന്നൊക്കെ ഏതോ ഭാവന കണ്ട് നാം ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ സത്യമറിയാൻ ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനാൽ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി സുവിശേഷം അറിയിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞ, പ്രിയമുള്ളവരെ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ആദരിക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിൽ വിശ്വസിച്ച് നിങ്ങളെല്ലാവരും പാപമോചനവും പാപക്ഷമയും പ്രാപിക്കണമെന്ന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ കൂടി പ്രസംഗിച്ചു തുടങ്ങി. ഏറ്റവും വലിയ മതപരമായ ഭക്തിപരമായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്, ദേശമാണ് നമ്മുടെ ഭാരതം. വിശുദ്ധ ബൈബിളിൽ തന്നെ 6000 വർഷത്തിന്റെ മനുഷ്യ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന അഹസ്വേരോസ് രാജാവിന്റെ കാലത്ത് തന്നെ ഇന്ത്യ ഹൈന്ദവ സംസ്കാരങ്ങളാൽ നിറയപ്പെട്ടിരുന്ന ദേശമാണെന്ന് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു.
അതാ പ്രിയമുള്ളവരെ, ഈ ബൈബിൾ അഥവാ ദൈവത്തിന്റെ വചനമെന്ന സത്യഗ്രന്ഥമെന്ന വേദപുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ്, ആദ്യ വേദമെന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. ചതുർവേദങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് വിശ്വസിച്ചിരുന്ന മുനിവര്യന്മാർ, സിദ്ധന്മാർ അസതോമ സദ്ഗമയ തമസോമ അമൃതംഗമയ മൃത്യോമ ജ്യോതിർഗമയ എന്ന് പ്രസംഗിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ഒരു ജീവന്റെ കണിയെ കുറിച്ച് ഈ ഇളയിൽ നമ്മളെ വിടുവിച്ച് സത്യവെളിച്ചത്തിലേക്ക് നടത്തേണ്ട ഒരു പ്രത്യാശയെ കുറിച്ച് സകല മനുഷ്യർക്കും നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിപ്പാനുള്ള ആഗ്രഹം നിമിത്തമുള്ള ഒരു ശ്ലോകം ചൊല്ലി 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 അവരെല്ലാം സമാധി അടഞ്ഞു. ഒരു ദേവരും ഒരു മതം പഠിപ്പിക്കുന്ന സിദ്ധനും ബുദ്ധനും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒരു വാഴ്ത്തപ്പെട്ടവരും ഒരു അപ്പോസ്തലന്മാരും ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്ന് ഞങ്ങളാണത് എന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഇടയായില്ല. യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഒഴികെ ക്രിസ്തു മതത്തിൽപ്പെട്ട വിശുദ്ധന്മാരോ ഹൈന്ദവ മതത്തിൽപ്പെട്ട സിദ്ധന്മാരോ മുസ്ലിം മതത്തിൽപ്പെട്ട പ്രവാചകരോ ജൈന മതത്തിൽപ്പെട്ടവരോ മതത്തിൽ പെടാത്തവരോ നിരീശ്വരവാദികളോ ഡോക്ടർമാരോ അല്ലേലൂയ രാജാക്കന്മാരോ നെപ്പോളിയനോ അല്ലേലൂയ ഹിറ്റ്ലറോ ആരും തന്നെ മരണപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങി വന്നിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ 3 ദിവസം കൊണ്ട് നിങ്ങൾ പൊളിക്കുന്ന മന്ദിരത്തെ ഞാൻ പണിയുമെന്ന് വ്യാഖ്യാനത്തിൽ പറഞ്ഞ കർത്താവ്, മരപൊരുളായി പറഞ്ഞ കർത്താവ്, അന്നത്തെ മഹാപുരോഹിതന്മാരുടെ വഞ്ചനയിൽ, അന്നത്തെ മതമേലധ്യക്ഷന്മാരുടെ ഗൂഢാലോചനയിൽ, അന്നത്തെ മത തീവ്രവാദികളുടെ കലഹത്തിൽപ്പെടുത്തി അന്നത്തെ ഗവർണറായിരുന്ന സുപ്രീം കോടതി അധികാരിയായിരുന്ന പീലാത്തോസ് യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നത് പോലെ, തന്റെ പ്രവാചകന്മാർ വിശുദ്ധ ബൈബിളിൽ മുൻകൂട്ടി എഴുതിയിരുന്നത് പോലെ അവൻ 3 ദിവസം കഴിഞ്ഞിട്ട് തന്റെ കല്ലറകൾ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് ഇസ്രായേലിൽ തന്റെ ജനത്തിനെല്ലാം പ്രത്യക്ഷനായി. നിങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളും ഒരു കാലത്ത് മതത്തിന്റെ ഭക്തിയിൽ എരിവോടുകൂടി നടന്ന് കല്ലറകളും കുരിശുമലകളും മറ്റു മലകളും എല്ലാം തേടി ഓടി തീർത്ഥാടന കേന്ദ്രങ്ങൾ പൂജയർപ്പിച്ചും മെഴുകുതിരി കത്തിച്ചും പൈസ നേർന്നും ഉരുളു നേർച്ചൻ നീന്തു നേർച്ചൻ ഒക്കെ നടത്തിയവർ തന്നെയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിന് ഞങ്ങളോട് മനസ്സലിവ് തോന്നിയിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ പുത്രൻ നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ സത്യ ഉപദേശത്തെ കുറിച്ച് അറിവ് തന്നതിനാൽ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുമെന്നുള്ള ദൈവവചനത്തിലെ ബൈബിളിലെ ഉപദേശപ്രകാരം ഞങ്ങളെ അറിവുകേടിൽ നിന്ന് വിടുവിച്ച്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച്, കല്ലറകളിലെ ഭക്തിയിൽ നിന്ന് വിടുവിച്ച്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കൂട്ടാളികളായി യേശുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നു. കാൺമീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നെന്ന് ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കേൾവിക്കാരെ, നിങ്ങളിവിടെ മലയാളികളോ നിങ്ങളുടെ ജാതിപ്രകാരം കുലപ്രകാരം മതപ്രകാരം ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ജൈനന്മാരെന്നോ ക്രിസ്ത്യാനിയെന്നോ ഈഴവരെന്നോ ഏതെങ്കിലും ജാതി പറഞ്ഞ് മേനി പോഴ്ത്തിയെന്നുണ്ടെങ്കിൽ അഭിമാനം പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കല്ലറ വരെ ഉള്ളു. പ്രിയപ്പെട്ടവരെ, നാം മരണശേഷം ചെന്നെത്തേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് സ്വർഗരാജ്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സകല ജാതിയിലും പെട്ടവൻ മന്ത്രിയായാലും തന്ത്രിയായാലും രാജാവായാലും അല്ലെങ്കിൽ കുമാരനായാലും കുമാരിയായാലും ആത്മഹത്യ ചെയ്താലും വാർദ്ധക്യത്തിൽ വന്ന് മരിച്ചാലും നീ ഒരിക്കൽ മരണശേഷം ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ മുമ്പാകെ വലിയൊരു സ്വർഗീയ കോടതിയുടെ മുമ്പാകെ നിരനിരയായി ആബാലവൃത്തം നിൽക്കേണ്ടതാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവവചനം ഇപ്രകാരം പറയുന്നു, മരണശേഷമുള്ള ന്യായവിധിയിൽ നിന്ന് നിനക്ക് രക്ഷ നേടുവാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നീ അതിൽ വിശ്വസിച്ചാൽ, പ്രസംഗമെന്ന ഭോഷത്വം നീ കേട്ട് നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരെ നീതിമാന്മാർ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നീതിമാന്മാർ. ദൈവം പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിച്ച ഒരു ഭക്തൻ 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവന്റെ പേരെത്ര? അബ്രഹാം. ദൈവം അവനോട് പറഞ്ഞതല്ലോ അവൻ കണ്ണടച്ച് വിശ്വസിച്ചു. ദൈവം പറഞ്ഞതുപോലുള്ള യാഗങ്ങൾ നടത്തി.
ദൈവം അവനോട് അവന്റെ പിതൃദേശവും അവന്റെ അലേലിയ കുടുംബവും വിട്ട്, അവന്റെ വസ്തുവക വിട്ട്, അവന്റെ അന്യാരാധന വിട്ട്, അവന്റെ ഭക്തികേട് പ്രപഞ്ചമോഹം വിട്ട് ദൈവം അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുകയെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി പുറപ്പെട്ടു. അന്ന് അവന്റെ അനുസരണം കണ്ട്, അവന്റെ ഭക്തി കണ്ട്, അവന്റെ വിശ്വസ്തത കണ്ട് ദൈവം അവന് വലിയൊരു വാഗ്ദത്തം, മാറ്റമില്ലാത്ത ഒരു നിയമത്തിൽ കൂടി വാഗ്ദത്തം എന്ന ടൈറ്റിലോട് കൂടി ഒരു ഫൈനൽ ഹെഡിങ് എഴുതി കൊടുത്തു. നിന്റെ സന്തതി നിമിത്തം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ കൊച്ചുമകനായ ദാവീദിന്റെ കൊച്ചുമകനായി ആ സന്തതിയായ യേശു ക്രിസ്തു മറിയയുടെ യോസഫിന്റെ മകനായി ഇസ്രായേലിൽ പിറന്നു വീണു. യേശു ജനിച്ചപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയി ലോകമെമ്പാടും കൊണ്ടാടുന്ന ആ ചടങ്ങിന്റെ സാഹചര്യത്തിൽ, പാരമ്പര്യത്തിൽ, അന്നത്തെ ചരിത്രത്തിൽ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ദൂതന്മാരെ അയച്ച് അന്നത്തെ നടത്തിപ്പുകാരുടെ മുമ്പാകെ, അന്നത്തെ പുരോഹിതന്മാരുടെ അടുക്കൽ, അന്നത്തെ ഭക്തന്മാരുടെ മുമ്പാകെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നേരിട്ട് അറിവ് കൊടുത്തു, അടയാളം കൊടുത്തു, തെളിവ് കൊടുത്തു. അവരോടൊപ്പം നിന്ന് സ്വർഗത്തിലെ ദൂതന്മാർ പാട്ടുപാടി ദൈവത്തിന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. അവർ മാഞ്ഞു. ആ സന്തതിയായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എന്താണ് യേശുവിന്റെ പ്രത്യേകത? അവൻ നമ്മളോട് സമസ്വഭാവമുള്ള മനുഷ്യനെ പോലെ 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച്, മനുഷ്യനെ പോലെ വിശത്ത്, മനുഷ്യനെ പോലെ ദാഹിച്ച്, മനുഷ്യനെ പോലെ ഒരു ആശാരിയായിട്ട് ജോലി ചെയ്ത്, മനുഷ്യനെ പോലെ ഒരു അമ്മയുടെയും അപ്പന്റെയും മകനായി വളർന്ന്, മനുഷ്യനെ പോലെ സമയത്ത് പള്ളിയിൽ പോയി, മനുഷ്യനെ പോലെ ഹല്ലേലൂയ മറ്റു മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ട്, മനുഷ്യനെ പോലെ മനുഷ്യന്റെ കോടതിയിൽ വിസ്തരിക്കപ്പെട്ട്, അന്നത്തെ കള്ളന്മാരാൽ, അന്നത്തെ അധർമ്മികളാൽ പിടിക്കപ്പെട്ടവനായി, അന്നത്തെ കള്ളന്മാരുടെ നടുവിൽ മറ്റു മനുഷ്യരെ പോലെ തന്നെ അവൻ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ ഒരു തിരുത്തുണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചപ്പോൾ, അവൻ ജീവിച്ചപ്പോൾ അവൻ വെറും മറ്റു മനുഷ്യരെ പോലെ അല്ലായിരുന്നു. കാരണം അവൻ പാപികളോട് വേർവിട്ടവനായിരുന്നു. അവൻ പാപം ഒഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. അവൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി കടന്നു വന്ന മഹാപുരോഹിതനായിരുന്നു. അവൻ മരണമില്ലാത്തവനായിരുന്നു. അവൻ പാപികളോട് വേർവിട്ടവനായിരുന്നു. അവൻ നിർമ്മലനായിരുന്നു. അവൻ നിർദോഷനായിരുന്നു. അവൻ ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായിരുന്നു. എന്നാൽ നാമെല്ലാം അവന്റെ നീതിയാൽ രക്ഷപ്രാപിക്കേണ്ടതിന് തക്ക സമയത്ത് അഭക്തരായ നമുക്ക് വേണ്ടി അവൻ മരിക്കേണ്ടത് ദൈവത്തിന് നിയമപ്രകാരം ആവശ്യമായിരുന്നു. ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന ഒരു പ്രജാപതിയുടെ യാഗം പൂർത്തീകരിക്കപ്പെടേണ്ടതിന് അവൻ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. മുസ്ലിം വേദങ്ങളിൽ പറയുന്ന ബലി നടക്കേണ്ടതിന് യേശു ലോകത്തിന്റെ പാപം ചുമന്ന കുഞ്ഞാടായി അവൻ ബലിയർപ്പിക്കപ്പെടേണ്ടവനായിരുന്നു. ബൈബിൾ പറയുന്നത് പോലെ ലോകത്തിന്റെ പാപം ചുമന്ന് പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി വിശുദ്ധ രക്തം ചൊരിഞ്ഞ് ഹല്ലേലൂയ സമ്പന്നന്മാരോടുകൂടി മരണപ്പെട്ട് അധർമ്മികളോടുകൂടി എണ്ണപ്പെട്ട് അവൻ എന്നേക്കുമായിട്ട് പിതാവിന്റെ ഇഷ്ടം സാധിക്കേണ്ടതിന് അവനെ തകർത്തു കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്നാൽ അവൻ ദൈവത്തിന്റെ നിയമപ്രകാരം സമയം പൂർത്തീകരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഹല്ലേലൂയ ദീർഘായുസ്സോടെ ഇരുന്ന് സന്തതിയെ കണ്ടു. അവൻ വീണ്ടെടുപ്പ് പ്രാപിച്ചു, പുനരുത്ഥാനം കാണിച്ചു കൊടുത്തു, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് അവൻ പ്രസംഗിച്ചു. അതേ പ്രിയമുള്ളവരെ, ഒരു മതത്തിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനില്ല. എന്നാൽ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു ദൈവപുത്രൻ, വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത ഒരേ ഒരു ദൈവം, ഒരേ ഒരു ദൈവപുത്രൻ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ, ഇന്നത്തെ ദേശം, അനവധി ആൾക്കാർ മദ്യപാനത്തിലും മയക്കുമരുന്നിലും പെട്ടെന്ന് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചുറ്റുവട്ടുള്ള ദേശത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 10-ലധികം പേർ ആത്മഹത്യ ചെയ്ത ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ട്രാക്റ്റും പിടിച്ച്, ഈ നോട്ടീസും പിടിച്ച്, മയക്കും പിടിച്ച് രാവും പകലും ഈ ഗ്രാമങ്ങളിൽ കൂടിയിറങ്ങി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്നവരുണ്ട്, ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തിട്ട് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ രോഗബന്ധനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒരു ദിവസം അധ്വാനിച്ചാൽ 3000-5000 പൈസ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഞങ്ങളാരും ജോലിയില്ലാതെ തേരാപ്പാരി നടന്ന് ആരുടെയും 5 പൈസ പിടിച്ചു മേടിക്കാൻ വന്നതല്ല. ഞങ്ങൾ പിരിവിന് വേണ്ടി വന്നതല്ല. നിത്യജീവന്റെ ഉപദേശം, നിത്യമായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി സൗജന്യമായി സ്വർഗരാജ്യം ഘോഷിപ്പീൻ എന്നുള്ള വചനമനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അഥവാ ഞങ്ങളെ ദൈവം അയച്ചതാണ്. അഥവാ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട് ജയിക്കുന്നതാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലം തികഞ്ഞു. എന്ത് കാലം? അറിയായ്മയുടെ കാലം തികഞ്ഞു. എന്ത് കാലം? മദ്യപാനത്തിന്റെ കാലം തികഞ്ഞു. മതി മതി. അതെ, മയക്കുമരുന്നിൽ ആശ്രയിക്കുന്നത് മതി മതി. അത് അറിയാത്ത ദേവന്മാരുടെ പുറകെ പോകുന്ന കാലം മതി മതി. കൈപ്പിടിയായതിൽ ആശ്രയിക്കുന്ന, കൈപ്പിടികളെ ചുമന്നുകൊണ്ട് നടക്കുന്ന, വിഗ്രഹാരാധനയിൽ രസിക്കുന്ന കാലം മതി മതി. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കും. യേശുക്രിസ്തുവിന്റെ നാമം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ച് നിന്നെ സ്വർഗത്തിലെ ദൂതന്മാരെക്കാൾ വിശുദ്ധരാക്കുന്നതാണ്. സ്വർഗത്തെ ദൂതന്മാരെക്കാൾ വിശിഷ്ടരാക്കുന്നതാണ്. സ്വർഗത്തെ ദൂതന്മാരെക്കാൾ ദൈവത്തിന് പ്രിയമുള്ളവരാക്കുന്നതാണ്. അതെ പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ സ്നേഹം യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗൊൽഗോഥ എന്ന കുന്നിൻപുറത്ത് 3 ആണികളിൽ തൂങ്ങപ്പെട്ടവനായി, ഇറച്ചിത്തുണ്ടം പോലെ പീഡിപ്പിക്കപ്പെട്ടവനായി ക്രൂശിൽ കിടന്ന് വെളിപ്പെടുത്തിയപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ പരസ്യമായി ലോകത്തവൻ കാണിച്ചിരിക്കുന്നു. ആ പരസ്യമായി വെളിപ്പെടുത്തിയ സ്നേഹത്തെ പരസ്യമായി അവന്റെ സാക്ഷികളായി ഞങ്ങൾ ഇതാ നിങ്ങളോട് വന്ന് പ്രസംഗിക്കുന്നു. ഹൈന്ദവ വേദങ്ങളിൽ പരമാത്മാവെന്നും വേദപുസ്തകത്തിൽ, അതിനു മുമ്പേ ഉള്ള വേദപുസ്തകത്തിൽ, ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവെന്നും പറയുന്ന സത്യത്തിന്റെ ആത്മാവ് ഇതാ നിങ്ങൾക്ക് അതിന് സത്യവചനം, സത്യ ഉപദേശം കേൾപ്പിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വിശ്വസിച്ചുകൊള്ളി, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും ഹല്ലേലൂയ രക്ഷ പ്രാപിക്കും. സഹോദര, ഇത് ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണ്. ആണോ? സന്തോഷം. എന്നാൽ അടുത്തതെന്താണ്? മാനസാന്തരപ്പെട്ടവരെന്ത് ചെയ്യണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണിക്കണം. എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? നിങ്ങൾക്കുള്ളത് മതിയെന്ന് വെക്കണം. മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, കള്ള സാക്ഷ്യം പറയരുത്, ദുർനടപ്പ് ചെയ്യരുത്, മയക്കുമരുന്ന് ആശ്രയിക്കരുത്, തുടങ്ങി പാപവഴികൾ നീ വിട്ടുതിരിയണം. നീ ദൈവത്തിലേക്ക് തിരിയണം. മനുഷ്യന്റെ ഉപദേശമല്ല. ഇന്നു മുതൽ നീ ദൈവകൽപ്പനകൾ കേൾക്കണം. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ വീണ്ടും ജനനം പ്രാപിക്കണം. നീ അമ്മയുടെയും അപ്പന്റെയും പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളായി ജനിച്ചു വളർന്നെങ്കിൽ നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി തീരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ നീ വീണ്ടും ജനിച്ച് ദൈവവചനമാകുന്ന ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ ഉപദേശം ഏറ്റെടുത്ത് നീ ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന പ്രകാരം നിന്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന രൂപത്തിൽ, കല്ലറയെ മുഴുവനായിട്ട് കുഴിച്ചിടുന്ന രൂപത്തിൽ നീ കർത്താവിന്റെ കൽപ്പന കേട്ട് പുതിയ നിയമത്തിന്റെ ഉപദേശമാകുന്ന വിശ്വാസത്തിന്റെ കൽപ്പന കേട്ട് വിശ്വസിക്കുന്നവർ ചെയ്യുന്നത് പോലെ വിശ്വാസം ഏറ്റു പറയുവാൻ കഴിവുള്ളവനായിട്ട്, കൊച്ചുകുട്ടിയായിട്ടല്ല, നീ നിന്റെ നാവ് കൊണ്ട് യേശുവേ ഞാൻ നിന്നെ എന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നെന്ന് ഏറ്റു പറഞ്ഞ് നിന്നെ തന്നെ കല്ലറയിൽ അടക്കപ്പെടുന്നത് പോലെ നീ നിന്നെ തന്നെ മുഴുവനായി വെള്ളത്തിൽ മുക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഭക്തന്മാരുടെ മുമ്പാകെ അവരുടെ കൈക്കീഴ് നീ സ്നാനമേറ്റ് ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവസഭകളിൽ പോയി ആരാധിക്കണം. നീ മതം മാറിക്കൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല. നീ ക്രിസ്തു മതത്തിലുള്ളവനാണെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പച്ചന്മാർ, മുതുമുത്തച്ഛന്മാർ മുതല് ഞങ്ങൾ പകലോമച്ചൻ തറവാടിന്റെ ഹല്ലേലൂയ വാങ്കലാണെന്നോ മതിലക്കിളിത്തവരെ ക്രിസ്ത്യാനിയാണെന്നോ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. പ്രിയമുള്ളവരെ, എന്റെ വല്യപ്പൻ പാസ്റ്ററായിരുന്നു, പ്രവാചകനായിരുന്നു എന്ന് പറയുന്ന പെന്തിക്കോസുകാരാ, നീ വചനം തുറന്ന് വായിക്ക്. വല്യപ്പന്മാർ സ്വർഗത്തിൽ പോയതുകൊണ്ട് നിനക്ക് ഓഫർ തന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വേദപുസ്തകത്തിലില്ല. പ്രിയമുള്ളവളെ, നീ നിന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തുവാൻ നിനക്കെങ്ങനെ അറിയാം? പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തുവാൻ നിനക്കെങ്ങനെ അറിയാം എന്ന് വിശുദ്ധ വചനം ചോദിക്കുന്നു. നീ വ്യക്തിപരമായി യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കണം. ബൈബിൾ ഇപ്രകാരം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവമോനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ മനഃപൂർവ്വമായി ഹൃദയപൂർവ്വം വിശ്വസിച്ച് യേശുവിനെ കർത്താവ് രക്ഷിതാവുമെന്ന് നീ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ നീ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തിയായി ദൈവനീതിയായ സ്നാനമേറ്റ് വിഗ്രഹാരാധന വിട്ടുതിരിഞ്ഞ് ആത്മാവാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതത്രേ സുവിശേഷത്തിന്റെ സിലബസ്. അത്രയും പറഞ്ഞ് ഞാൻ ആ വിഷയം നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്ത് അനേകർ ആത്മഹത്യ ചെയ്യുന്നു.
നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ അനവധി ആൾക്കാർ വല്ലാത്ത അനർത്ഥങ്ങളിൽ പെട്ടുപോകുന്നു. മദ്യം കഴിച്ച്, മയക്കുമരുന്ന് കഴിച്ച്, മാതാവിനെ തിരിച്ചറിയാതെ ഭാര്യയ്ക്ക് പകരം മക്കളെയോ കാണുന്ന സ്ത്രീകളെ എല്ലാം കയറി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവസാനം കോടതി കേസുമായി സുബോധം വിട്ട് കുടുംബം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കുന്ന അനവധി വ്യക്തികളെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നില്ലേ? രാവിലെ പത്രം വായിക്കുമ്പോൾ അതിന് 4-ാം പേജിലും 6-ാം പേജിലും അവസാന പേജിലും ഒക്കെ പോലീസുകാരോടൊപ്പം ചെറുപ്പക്കാർ 5-6 പേർ മുടി കൂർപ്പിച്ച് നിൽക്കുന്നത് നാം ദുഃഖത്തോടെ കാണുന്നില്ലേ പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാണ്? അവർക്ക് വിദ്യാഭ്യാസമില്ലാതിട്ടാണോ? അല്ല, എല്ലാവരും നല്ല പ്രായമുള്ളവർ, ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ. എന്ത് പറ്റി? മദ്യത്തിൽ കഴിച്ച്, മയക്കുമരുന്ന് കഴിച്ച് അവരുടെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. മൃഗപ്രായനായ മനുഷ്യൻ ദൈവവഴി അറിയുന്നില്ല. പോഷന്മാരെ, നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരുമെന്ന് വചനം ചോദിക്കുന്നു. അത് എന്താണ് ബുദ്ധി? ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ബുദ്ധി. സ്വർഗത്തിലെ ദൈവം രാവും പകൽ സൂര്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. രാവും പകലും സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നു.